മൂവാറ്റുപുഴ മേഖലയിൽ കള്ളുഷാപ്പ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് വലിയ അഴിമതിയാണെന്ന ആരോപണവുമായി മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംസ്ഥാന എക്സൈസ് വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകി. പ്രദേശത്ത് നൽകിയിരിക്കുന്ന മുഴുവൻ കള്ളുഷാപ്പ് ലൈസൻസുകളും റദ്ദാക്കണമെന്നും ഇവിടെ വിതരണം ചെയ്യുന്ന കള്ള് പരിശോധനയ്ക്ക് വിധേയമാക്കി ജനങ്ങളുടെ ആരോഗ്യവും സമാധാനവും തിരികെ കൊണ്ടുവരണമെന്നുമാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സാബു ജോൺ നൽകിയ നിവേദനത്തിൽ പറയുന്നത്. എക്സൈസ് വകുപ്പിന് കീഴിലുള്ള മൂവാറ്റുപുഴ റേഞ്ചിലെ കള്ളുഷാപ്പുകൾ ലൈസൻസ് എടുക്കുന്നത് വ്യാജരേഖകൾ നിർമ്മിച്ചാണെന്ന് ചൂണ്ടിക്കാട്ടി മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംസ്ഥാന എക്സൈസ് വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകി. മൂവാറ്റുപുഴ മേഖലയിൽ കള്ളുഷാപ്പ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതി നടക്കുന്നതായും കള്ളുഷാപ്പ് നടത്തിപ്പിന് സർക്കാർ ലൈസൻസ് നേടുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണെന്നും കാണിച്ചാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സാബു ജോൺ പരാതി നൽകിയത്. ഇവിടെ അങ്ങനെ ഓരോ ഷാപ്പിലും നിശ്ചിത എണ്ണം പനയും അല്ലെങ്കിൽ തെങ്ങും ഉണ്ടാകണമെന്നും നിശ്ചിത തൊഴിലാളികൾ ഉണ്ടാകണമെന്നുമാണ് ഓരോ ഷാപ്പ് ലൈസൻസ് കൊടുക്കുമ്പോഴുമുള്ള പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. പക്ഷേ മൂവാറ്റുപുഴ റേഞ്ചിൽ അങ്ങനെ തെങ്ങോ പനയോ ചെത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ ഇവിടെ ചെത്തു തൊഴിലാളികൾ ജോലി ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ അളക്കുന്ന കള്ളുകൾ മുഴുവൻ പാലക്കാട് ചിറ്റൂരിൽ നിന്ന് കൊണ്ടുവരുന്ന കള്ളാണ് ഇവിടെ അളക്കുന്നത് എന്നുള്ള ഒരു സത്യം നമുക്ക് മനസ്സിലായി. നമുക്ക് വ്യാജരേഖ ചമച്ചു എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ 2017-ലും 2018-ലും മരിച്ചുപോയ ആളുകൾ അവരുടെ പറമ്പിൽ തെങ്ങ് ചെത്തുന്നുണ്ട്, പന ചെത്തുന്നുണ്ടെന്ന് 2026-ൽ സത്യവാങ്മൂലം കൊടുത്തിരിക്കുകയാണ് എക്സൈസ് ഉദ്യോഗസ്ഥന്മാർക്ക്. അതായത് എൻ്റെ പറമ്പിൽ ഇങ്ങനെ 10 പനയുണ്ട്, അല്ലെങ്കിൽ 2 പനയുണ്ട്, അല്ലെങ്കിൽ 5 പനയുണ്ട്, അല്ലെങ്കിൽ തെങ്ങുണ്ട് എന്ന് അവർ സത്യവാങ്മൂലം കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ അവർ ജീവിച്ചിരിപ്പില്ല, ഇനി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർ കൊടുത്തിട്ടില്ല. അപ്പോൾ വ്യാജമായ രീതിയിൽ ഇടത് കൈ കൊണ്ടും വലത് കൈ കൊണ്ടും സമ്മതപത്രത്തിൽ ഈ കോൺട്രാക്ടർമാർ ലൈസൻസ് കിട്ടുന്നതിന് വേണ്ടി ഒപ്പിട്ട് വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി ചെത്തു തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെന്നുള്ള വ്യാജമായി യൂണിയൻ നേതാക്കന്മാരും അതും പറഞ്ഞ് അവർക്ക് വേണ്ടുന്നുള്ള അതിൻ്റെ അംശാദായം യൂണിയൻ ഓഫീസിൽ കിട്ടും. അങ്ങനെ ഈ വ്യാപകമായ രീതിയിൽ വ്യാജരേഖകൾ ചമച്ചിട്ടാണ് ഈ മൂവാറ്റുപുഴ റേഞ്ചിൽ ഈ ഷാപ്പുകൾക്ക് ലൈസൻസ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം, ഒരു സത്യം ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ലൈസൻസ് നേടുന്ന കള്ളുഷാപ്പുകൾ മുഴുവൻ പ്രവർത്തിക്കുന്നത് വ്യാജ കള്ള് ഉപയോഗിച്ചാണ്. കഞ്ചാവും മയക്കുമരുന്നുകളും ഉപയോഗിച്ചുണ്ടാക്കുന്ന കൃത്രിമ കള്ളാണ് ഈ ഷാപ്പുകളിൽ ഉപയോഗിക്കുന്നതെന്നും സാബു ജോൺ പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ വരുന്ന കള്ള് എവിടെ നിന്നാണ് വരുന്നത്, ആ കള്ളിൽ കലർത്തിയിരിക്കുന്ന മായം എന്തെങ്കിലും ഉണ്ടോ, അത് പരിശോധിക്കാനുള്ള ലാബ് സംവിധാനങ്ങൾ ഈ സംസ്ഥാനത്തുണ്ടോ? അങ്ങനെ ഈ പാലക്കാട് നിന്നും ചിറ്റൂരിൽ നിന്നും കള്ള് കൊണ്ടുവന്ന് ഇവിടെ വിതരണം ചെയ്യാൻ പാകത്തിന് അവിടെ തെങ്ങുകൾ അതിന് മാത്രം തെങ്ങുകളും പനയൊന്നും അവിടെയുമില്ല. പക്ഷേ അവിടെ കുറച്ച് തെങ്ങ് അവിടെ ചെത്തുന്നുണ്ടെന്ന് വരുത്തി തീർത്തിട്ട് ഇവിടെ ബാക്കിയുള്ളത് എങ്ങനെയൊക്കെ കൃത്രിമ കള്ളുണ്ടാക്കുകയാണ്. അങ്ങനെ കൃത്രിമ കള്ളുണ്ടാക്കി പാലക്കാട് നിന്ന് വരുന്ന കള്ള് ഇവിടെ വിൽക്കുകയാണ്. ആ കൃത്രിമ കള്ള് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്ത് രാസ പദാർത്ഥമാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത് എന്നൊന്നും നമുക്കറിയില്ല. അത് കൃത്യമായ അന്വേഷണം നടത്തണം. അപ്പോൾ ഇന്നലെ മന്ത്രിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അത് സീരിയസ് ഇഷ്യൂ ആണ്, അതുകൊണ്ട് തന്നെ അന്വേഷണം നടത്തണമെന്ന് എക്സൈസ് കമ്മീഷണർക്ക് നിർദ്ദേശം കൊടുത്തു. ഇന്നലെ എക്സൈസ് കമ്മീഷണർ സാംബശിവറാവുമായി ഇന്നലെ തിരുവനന്തപുരത്ത് സംസാരിച്ചു. അദ്ദേഹം ഇത് വളരെ സീരിയസ് മാറ്റമാണ്, സംസ്ഥാനത്ത് വ്യാപകമായിട്ടുണ്ട്, പക്ഷെ നിങ്ങളുടെ നിയോജകമണ്ഡലത്തിൽ ഗുരുതരമായ ഒരു വീഴ്ചയുള്ളതായിട്ട് കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ നടപടി ഉണ്ടാകാം എന്ന് എക്സൈസ് കമ്മീഷണർ ഇന്നലെ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതുപയോഗിക്കുന്ന ആളുകളുടെ ആരോഗ്യം നശിക്കുമെന്നത് മാത്രമല്ല, നാട്ടിലും വീടുകളിലും സമാധാനമില്ലാതാകുന്ന അവസ്ഥയും ഉണ്ടാകും. ഇതിനാൽ മൂവാറ്റുപുഴ പ്രദേശത്ത് നൽകിയിരിക്കുന്ന മുഴുവൻ കള്ളുഷാപ്പ് ലൈസൻസുകളും റദ്ദാക്കി ഇവിടെ വിതരണം ചെയ്യുന്ന കള്ള് പരിശോധനയ്ക്ക് വിധേയമാക്കി ജനങ്ങളുടെ ആരോഗ്യവും സമാധാനവും തിരികെ കൊണ്ടുവരണമെന്നാണ് ഉന്നയിച്ച പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. സാബു ജോൺ നൽകിയ പരാതിയെ തുടർന്ന് കൃത്യമായ അന്വേഷണം നടത്തുമെന്ന് മന്ത്രിയും എക്സൈസ് കമ്മീഷണറും ഉറപ്പ് നൽകിയതായും അദ്ദേഹം പറഞ്ഞു. സുധി അപ്ഹോൾസ്റ്ററി വർക്ക്സ് മൂവാറ്റുപുഴ 50 വർഷത്തെ സേവന പാരമ്പര്യം. മൂവാറ്റുപുഴ വെള്ളൂർക്കുന്നം സിഗ്നലിനു സമീപം പ്രവർത്തിക്കുന്ന സുധി അപ്ഹോൾസ്റ്ററി വർക്ക്സ് നൽകുന്നത് മികവുള്ള സേവനം. നിങ്ങളുടെ ഏതു വാഹനത്തിന്റെയും അപ്ഹോൾസ്റ്ററി വർക്കുകൾ മികച്ച സേവനത്തോടെയും ഉത്തരവാദിത്തത്തോടെയും ചെയ്തു തരുന്ന സ്ഥാപനം. ജീപ്പുകളുടെ അപ്ഹോൾസ്റ്ററി വർക്കുകൾക്കായി പ്രത്യേക വിഭാഗം. കൂടുതൽ വിവരങ്ങൾക്ക് 9447 319961 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.